പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ വായനയുടെ 10ാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രദ്ധിക്കാം. കുതിരകളുടെയും പട്ടാളക്കാരുടെയും കാലടി ശബ്ദവും കേട്ടു. തുടർന്ന് ഒരുപറ്റം റോമൻ പട്ടാളക്കാർ ഞങ്ങളെ മറികടന്ന് ഗ്രാമത്തിലേക്ക് പായുന്നത് കണ്ടു. അവരുടെ ആയുധങ്ങൾ കൂട്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദവും ആഞ്ഞു ചവിട്ടി മുന്നേറുന്ന ചുവടുകളുടെ ശബ്ദവും ചേർന്ന് കാതടഞ്ഞു പോകുന്നു. ഞങ്ങൾ ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെ ആകെ പ്രശ്നമായിരുന്നു. വീടുകൾ തോറും അരിച്ചുപെറുക്കി തീവ്രവാദികളെ പിടികൂടുവാൻ ശ്രമിക്കുകയായിരുന്നു പട്ടാളക്കാർ. 5 പേരെ പിടികൂടി ബന്ധിച്ചുകൊണ്ട് ക്രൂരമായി പെരുമാറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രാമവാസികളെല്ലാം അവർക്ക് ചുറ്റും കൂടി നിന്നുകൊണ്ട് അവർ നിരപരാധികളാണെന്നും അവരെ വിട്ടയക്കണമെന്നും റോമാക്കാരോട് കെഞ്ചി. കുതിരപ്പുറത്തിരിക്കുന്ന ശതാധിപൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ പട്ടാളക്കാരോട് ആൾക്കൂട്ടത്തെ പിന്നിലേക്ക് തള്ളുവാൻ ആജ്ഞാപിച്ചു. അവർ അപ്രകാരം ചെയ്തപ്പോൾ ഒരു ചെറിയ ആൺകുട്ടി അപ്പ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ഭയപ്പെട്ടോടുകയും അപ്പോൾ ഭീമനായ ഒരു പട്ടാളക്കാരൻ തൻ്റെ ചുരുട്ടിയ മുഷ്ടി കൊണ്ട് അവനെ ആഞ്ഞടിക്കുകയും ചെയ്തു. വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് നിലത്ത് കുഴഞ്ഞു വീണ് കൈകാലിട്ടടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആളുകൾ നിശബ്ദരായി. ശതാധിപൻ പട്ടാളക്കാരൻ്റെ നേരെ ചീറി, വിഡി, അതൊരു കുട്ടിയാണെന്ന് അറിഞ്ഞുകൂടെ? കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങിയ ശതാധിപൻ അടുത്തെത്തിയപ്പോഴേക്കും അവൻ്റെ ചലനം നിലച്ചിരുന്നു. അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അയാളുടെ നയനങ്ങൾ നിറഞ്ഞൊഴുകി. തലപ്പാവ് എടുത്ത് മാറ്റിക്കൊണ്ട് അയാൾ ഇപ്രകാരം വിതുമ്പി, അവൻ കുഞ്ഞാണ്, എൻ്റെ മകൻ്റെ അത്രയും മാത്രം പ്രായം വരുന്ന ഒരു കുരുന്ന്. അയാൾ ഹൃദയം നിന്ന് തേങ്ങുകയായിരുന്നു. ഞാൻ എൻ്റെ കാലടികൾ മുമ്പോട്ട് വയ്ക്കവേ സമൂഹം എനിക്ക് വഴിമാറി തന്നു. പട്ടാളക്കാർ എന്നെ തടയുവാൻ ഭാവിക്കുമ്പോൾ ആരോ വിളിച്ചു പറയുന്നത് കേട്ടു, അത് നസ്രായക്കാരനായ യേശുവാണ്, വലിയ പ്രവാചകൻ, മഹാസൗഖ്യദായകൻ. പട്ടാളക്കാരൻ മാറി നിന്നു. ഞാൻ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ശതാധിപൻ എൻ്റെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു, താങ്കൾക്ക് സഹായിക്കാനാവുമോ? ഞാൻ അയാളുടെ ഹൃദയത്തിലേക്ക് നോക്കി. സ്വന്തം പ്രവൃത്തികളാൽ വേദനിക്കുന്ന തളർന്നുപോയ ഒരാത്മാവ്. അവിടെ മരണവും നാശവും നിറഞ്ഞിരിക്കുന്നു. എങ്കിലും ഇവയൊക്കെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അനുകമ്പയും സ്നേഹവും പ്രതീക്ഷയും എനിക്ക് കാണുവാനായി. തീർച്ചയായും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുനിഞ്ഞ് ആ കുട്ടിയെ എടുത്തുയർത്തി. അവൻ മരിച്ചു കഴിഞ്ഞു. അവനെ ഇടിച്ചു വീഴ്ത്തിയ പട്ടാളക്കാരൻ പറഞ്ഞു, ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഞാൻ അവനെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ അയച്ച എൻ്റെ പിതാവ് ജീവൻ നൽകുന്നവനും എടുക്കുന്നവനുമാണ്. അത് അവൻ്റെ കൽപ്പനയാണ്. അവൻ ജീവിക്കണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമെങ്കിൽ അവൻ ജീവിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പിതാവ് ഒരു മാന്ത്രികനായിരിക്കും, പട്ടാളക്കാരൻ പ്രതിവചിച്ചു. അല്ല, എൻ്റെ പിതാവ് സൃഷ്ടിയുടെ കർത്താവാണ്, സകലത്തെയും സൃഷ്ടിച്ചവൻ. ഈ കുഞ്ഞ് ജീവിക്കണമെന്നത് അവിടുത്തെ ഇഷ്ടമാണ്. ഞാൻ ഇപ്രകാരം പറയുമ്പോൾ കുട്ടി അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. പട്ടാളക്കാരൻ പകച്ചു നിൽക്കുമ്പോൾ കുഞ്ഞിൻ്റെ അമ്മ ഓടി വന്നു അവനെ വാരിപ്പുണർന്നുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ, നിറഞ്ഞ നന്ദിയോടെ ദൈവത്തിൻ്റെ കാരണത്തെ പ്രതി അവിടുത്തെ മഹത്വപ്പെടുത്തി. ജനം മുഴുവനും ഒരുമയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ പട്ടാളക്കാർ എന്നെ തുറച്ചു നോക്കുകയായിരുന്നു. ആരാണ് നിങ്ങൾ? ഭയത്തോടെ ഒരു പട്ടാളക്കാരൻ ഉറക്കെ ചോദിച്ചു. ഞാൻ തന്നെ എന്നായിരുന്നു എൻ്റെ ഉത്തരം. അപ്പോൾ ജനക്കൂട്ടം നിശബ്ദമായി. ഇത് എന്തൊരു മറുപടിയാണ്? നീ ആരാണെന്ന് ഞാൻ ചോദിച്ചു. നീ പറയുന്നു, ഞാൻ തന്നെയാണെന്ന്. ഞാനാകുന്നു പുത്രൻ, ഞാനാകുന്നു കുഞ്ഞാട്, ഞാൻ ദൈവത്തിൻ്റെ പാപമോചനവുമാകുന്നു. ശതാധിപൻ വെപ്രാളത്തോടെ കുതിരപ്പുറത്ത് ചാടിക്കയറിക്കൊണ്ട് അയാളുടെ പടയാളികളോട് ആജ്ഞാപിച്ചു, ആ തടവുകാരെ വിട്ടയക്കൂ, നമുക്ക് അവരെ ആവശ്യമില്ല. എന്നെ നോക്കി നന്ദി സൂചകമായി തല കുലുക്കിയിട്ട് തൻ്റെ ആളുകളെയും നയിച്ചുകൊണ്ട് അവൻ ഗ്രാമത്തിന് വെളിയിലേക്ക് നീങ്ങി. ഗ്രാമവാസികൾ എൻ്റെ അരികിൽ വന്ന് അവരെ സ്പർശിക്കണമെന്നും സൗഖ്യപ്പെടുത്തണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടു. ഞാൻ അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, സ്വർഗസ്വനായ പിതാവ് തൻ്റെ പുത്രനിലൂടെ കുട്ടിയെ സ്പർശിച്ചതും അവൻ്റെ ശരീരത്തിലേക്ക് ജീവൻ കൊണ്ടുവന്നതും നിങ്ങൾ ഇന്ന് കണ്ടു. തൻ്റെ എല്ലാ മക്കളെയും സ്പർശിച്ച് ജീവനിലേക്ക്, അവിടുത്തെ സ്നേഹമാകുന്ന ജീവനിലേക്ക് കൊണ്ടുവരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭവനം നിങ്ങളുടേതാണ്, ദയവായി വന്ന് എന്നോടത്ത് ഭക്ഷണം കഴിക്കണം. ഞങ്ങൾ അയാളുടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ജനം പിന്തുണർന്നു. നിങ്ങൾ എല്ലാവരും കൂടി വന്നാൽ എൻ്റെ വീട്ടിൽ അതിനുള്ള സ്ഥലമില്ല, അയാൾ ഉറക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്ന് ഞാൻ വിശ്രമിക്കട്ടെ, നാളെ നിങ്ങളുടെ പക്കലേക്ക് ചന്തസ്ഥലത്തേക്ക് ഞാൻ വരുന്നതാണ്. ഗുരു, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞാൻ സുഖം പ്രാപിക്കും. അന്ധനായ ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് കാണാം. അയാൾ ഉച്ചത്തിൽ പറഞ്ഞു, ദൈവത്തിന് സ്തുതി, എനിക്ക് കാഴ്ച ലഭിച്ചിരിക്കുന്നു, എനിക്ക് കാണാം. അയാൾ അടുത്ത് വന്ന് എൻ്റെ കയ്യിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു, അങ്ങ് ദൈവവുമാണ്, അങ്ങയുടെ കാരുണ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. എൻ്റെ സ്നേഹിത, ദൈവം നിങ്ങളെ സൗഖ്യപ്പെടുത്തി, എപ്പോഴും അത് ഓർമ്മിക്കണം. പിതാവ് പുത്രനിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ എന്നാളും അനുസ്മരിക്കുകയും ദൈവസ്നേഹത്തെ പ്രതി അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുക. വീടിൻ്റെ മുറ്റത്ത് ഞങ്ങൾ പ്രവേശിച്ചപ്പോൾ ഒരു തടിമാടൻ ഓടി വന്ന് വീട്ടുടമസ്ഥരോട് പറഞ്ഞു, യജമാനനെ, ഗ്രാമവാസികൾക്ക് മുഴുവനും നൽകുവാനുള്ള ഭക്ഷണം ഇവിടെയില്ല.
എൻ്റെ അതിഥികൾക്ക് സ്ഥലമൊരുക്കുക. പിന്നെ പാവപ്പെട്ടവൻ, ഭിക്ഷക്കാർ, അങ്ങനെ അത്യാവശ്യക്കാരെന്ന് നമുക്കറിയാവുന്ന ആളുകൾക്ക് സാധിക്കുന്നത് നൽകുക. ധാരാളം ഉള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യക്കാരെ പരിഗണിക്കൂ. എന്തെന്നാൽ ഇന്ന് ദൈവം സ്നേഹം കാണിച്ചു തന്നിരിക്കുകയാണ്. ആ സ്നേഹത്തിനും കാരുണ്യത്തിനുമായി ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നത് എൻ്റെ ഭക്ഷണം പങ്കുവെച്ചുകൊണ്ടാണ്. ഞാൻ ആ വീട്ടുടമയുടെ ഹൃദയത്തിലേക്ക് നോക്കി. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം. ഇന്ന് ആ ഹൃദയം പങ്കുവയ്ക്കുവാൻ പഠിച്ചിരിക്കുന്നു. ഇന്നത്തെ യഥാർത്ഥ അത്ഭുതം ഇതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നമുക്ക് അടുത്ത ദിവസത്തെ വായനയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാം.